RSS രൂപീകരിക്കുന്ന ഘട്ടം 1925 എല്ലാ ഘട്ടത്തിലും RSS ഒരാരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? എന്നാൽ 1977 57 കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായിട്ട് പരസ്പരം ചേർന്നില്ലേ? അത്ര കണ്ടാൽ മതി. RSS വർഗീയവാദികളാണല്ലോ. 1925 ചേർന്നില്ലെന്ന് ഇപ്പൊ പറഞ്ഞാൽ വലിയ വിവാദമാവും. ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? അതൊരു സത്യമാണ്. RSSുമായിട്ട് പരസ്യബന്ധം CPM ഉണ്ടാക്കിയിരുന്നു. അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്ധമായ കോൺഗ്രസ് വിരോധത്തിലാണ്. എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസിനെ എതിർക്കുക, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിരോധം അവര് നന്നായിട്ട് പ്രചരിപ്പിച്ചു. അതിന്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും RSS BJP ബാന്ധവത്തിൽ CPM ഏർപ്പെട്ടിട്ടുണ്ട്. അത് വളരെ പ്രകടമാണ്. ഇന്നലെ ഗോവിന്ദൻ മാഷ് എന്തായാലും ആ സത്യം വൈകിയാണെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസമുള്ള ഈ തുറന്നു പറച്ചിലിൽ പ്രത്യേക എന്തെങ്കിലും ഉദ്ദേശം അതിനുണ്ടോ? അതെല്ലാം അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോ സ്വരാജ് അതിനെ ന്യായീകരിക്കാനും അതിനെ മറച്ചുവെക്കാനുമാണ് സ്ഥാനാർത്ഥി സ്വരാജ് ശ്രമിച്ചത്. അത് ജനതാദളുമായിട്ടായിരുന്നു സഖ്യമെന്ന് പറഞ്ഞു തീർക്കാൻ, പറഞ്ഞു വെക്കാൻ സ്വരാജ് ശ്രമിച്ചു. അതിന്റെ അർത്ഥം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദൻ മാഷറെ ഈ വെളിപ്പെടുത്തൽ CPMന് കനത്ത തിരിച്ചടിയുണ്ടാകും. ഞങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവര് RSS BJP ബാന്ധവത്തിലായിരുന്നു, പലപ്പോഴുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അത് CPMന് വലിയ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എപ്പോഴും കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവര് തന്നെ ഇപ്പൊ ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് അവര് തന്നെ പുലിവാല് പിടിച്ചിരിക്കുകയാണ്, CPM തന്നെ.